ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടനായിട്ടുള്ള ഒരു വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്ന കടലയാണ്. ഇതിനെ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ കഴുകിയെടുത്ത കടല ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കടല വേവാൻ വേണ്ട വെള്ളവും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. കടലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പരുവത്തിൽ മതി വെള്ളം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടലയൊക്കെ ഉപ്പ് ചേർത്ത് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കടലയ്ക്കൊക്കെ ഒരു ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇനി ഞാൻ ഇതിലോട്ടൊരു 3 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്ര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഈ കടല നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീം വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് ഈ കടല വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ കടല വേവുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയിൽ ഞാൻ ഒരു നുള്ളു പെരിഞ്ചീരകം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കടലയും വെന്തിട്ടുണ്ട്. ഇതിനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാനിപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരല്പം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഈ കടലക്കറി നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2-3 ചെറിയുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടലക്കറി ഞാൻ ഒരല്പം ഒന്ന് നീട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനല്പം ചാറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കടലക്കറി ഒരല്പം നീളത്തിലിരിക്കുന്നത്. ഇപ്പോൾ അപ്പത്തിനൊക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് കുറുകിയ ഒരു രൂപത്തിലെടുക്കാം കടലക്കറി. പുട്ടിനാകുമ്പോൾ കുറച്ച് പുട്ടൊക്കെ നനയാൻ വേണ്ടി കുറച്ച് ചാറ് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.